അടുത്ത വർഷത്തേക്കുള്ള മദ്യനയത്തിന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയില്ല. ഡ്രൈ ഡേയിൽ ഇളവ് നൽകുന്നതിൽ വ്യക്തതയില്ലെന്ന് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. 31-നും 2-നുമെല്ലാം ആവശ്യത്തിന് മദ്യം ലഭിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് 1-ന് മാത്രം അവധി നൽകണമെന്നായിരുന്നു ടൂറിസം വകുപ്പിന്റെ നിലപാട്. 1-ന് ഡ്രൈ ഡേ ആയതിനാൽ കേരളം ആതിഥേയത്വം വഹിക്കേണ്ട പല പരിപാടികളും മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ട്. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് മദ്യം വിളമ്പാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും പുതിയ മദ്യനയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഡ്രൈ ഡേ ദിവസങ്ങളിൽ അനുമതി നൽകുന്നതിൽ വ്യക്തത കുറവുണ്ടെന്ന് CPI മന്ത്രിമാർ പറഞ്ഞു. ആഭ്യന്തരമായി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നതും പുതിയ മദ്യനയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും LDF-മായും ഘടകകക്ഷികളുമായും ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കാമെന്ന് അറിയിക്കുകയായിരുന്നു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ കൂടുതൽ ചർച്ച വേണമെന്ന് യോഗത്തെ അറിയിച്ചു. പുതിയ ഷാപ്പുകൾ വരുന്നത് പരമ്പരാഗത ഷാപ്പുകളെയും അവിടുത്തെ ജീവനക്കാരെയും ബാധിക്കുമെന്ന് വിലയിരുത്തലുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കാമെന്ന് CPI മന്ത്രിമാർ യോഗത്തെ അറിയിച്ചു. യോഗത്തിൽ ചില നിർദ്ദേശങ്ങൾ CPI മന്ത്രിമാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ യോഗത്തിനു ശേഷമാകും ഇനി മന്ത്രിസഭയിൽ വിഷയം ചർച്ച ചെയ്യുക. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.